ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ പട്ടികയിൽ എത്തിയിരിക്കുകയാണ് പുഷ്പ 2. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഏകദേശം 75 മുകളിലുള്ള വീഡിയോസ് പുഷ്പ 2 വേണ്ടി ചെയ്തു. ഇനിയും 1-2 വീഡിയോസേ ഇനി ബാക്കി ഉണ്ടാവുകയുള്ളൂ. തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 363 കോടിയാണ് ഗ്രോസായി വന്നിരിക്കുന്നതായി പുറത്തു വരുന്നു. അതിൽ 238 കോടിയാണ് ഷെയറായി ലഭിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നോർത്ത് ഇന്ത്യയിൽ 1005 കോടിയാണ് വന്നിരിക്കുന്നത്. 435ഓളമാണ് ഷെയർ എന്നാണ് കാണിക്കുന്നത്. കർണാടക 121.5 കോടിയാണ് കർണാടകയിൽ നിന്ന് നേടിയത്. 60 കോടിയാണ് ഇതിന് ഷെയറായി ലഭിച്ചതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ 83 കോടി നേടിയെന്നും 39 കോടി ഷെയറായി വരുന്നുവെന്നും കേരളത്തിൽ 18 കോടിയാണ് സിനിമയ്ക്ക് വന്നതെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 7.6 കോടിയാണ് സിനിമയ്ക്ക് ഷെയറായി ലഭിച്ചിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് $33 മില്യൺ, അതായത് 290 കോടി എന്നുള്ളതാണ്. 140 കോടിയോളം ഷെയറായി വന്നിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ സിനിമയ്ക്ക് ആകെ മൊത്തം 1881 കോടിയാണ് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ഷെയർ 920 കോടിയാണ്. ഓൾ ടൈം റെക്കോർഡായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും ഇത്ര ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. 1-ാം നമ്പറിലേക്ക് സിനിമ എത്തുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ദംഗലിൻ്റെ 2000 കോടി എന്നുള്ള ഇതിലേക്ക് അത് എത്താൻ ഇനിയും ചാൻസുകൾ ഏറെയാണ്. കാരണം ദംഗൽ പോലെയുള്ള ചിത്രം ഒരു വർഷത്തിന് അടുത്ത് കഴിഞ്ഞിട്ടാണ് അതിന് ചൈനയിൽ റിലീസ് ചെയ്തപ്പോഴാണ് 2000 കോടി കിട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയുള്ള റിലീസുകളൊന്നും ഇല്ലാതെ തന്നെയാണ് 1900 കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനും മുകളിലായിരിക്കാം കണക്കുകൾ. ഇത് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മാത്രമാണ്, ഒഫീഷ്യലായിട്ടുള്ള അല്ല. ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെയാണ്. അതായത് ഏറെക്കുറെ സിനിമ 2000 കോടിക്ക് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം തുടക്കം മുതൽ സിനിമ 1000 കോടി എത്തിയെന്ന് പറയുമ്പോൾ ട്രാക്കേഴ്സ് പറയുന്നു 850 കോടി എത്തിയിട്ടുള്ളൂ. ആ രീതിയിലാണ് അവരുടെ സംസാരം. അതിൽ നിന്ന് തന്നെ വരുന്ന കാര്യമാണ്. എന്തായാലും പുഷ്പ 2 ഏതൊക്കെ രീതിയിൽ പോയാലും അതിഗംഭീരമായിട്ടുള്ള വിജയമായി മാറുകയുമാണ്. ബിസിനസ് അടക്കം സിനിമ 3500 കോടി ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും സിനിമയ്ക്ക് റിലീസ് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകാൻ ചാൻസും ഏറെയാണ്. എന്താണേലും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത്രത്തോളം കളക്ട് ചെയ്ത മറ്റ് സിനിമകളൊന്നും തന്നെ ഇല്ല. ദംഗൽ മാത്രം മുന്നിൽ നിൽക്കുന്നു. അത് ചൈന റിലീസ് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഇന്ത്യയിൽ നിന്ന് ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ഇതിനടുത്ത് പോലും എത്തിയിരുന്നില്ല. ബാഹുബലിയുടെ അടുത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകട്ടെ. അല്ലു അർജുൻ അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകിയത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയെ കീഴടക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യ എന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ടും കൊണ്ടുപോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് റീഗാദർ ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് ഈ പുഷ്പ 2 എന്ന സിനിമയുടെ ഏതാനും കൂടി വന്നാൽ ഇനി അടുത്ത ഒരു നാഷണൽ അവാർഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ 2000 കോടി അങ്ങനെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉള്ള ഒരു വീഡിയോസ് കൂടെ നമ്മളുണ്ടാകും. എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടും നമ്മളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നന്നായി വർക്ക് ചെയ്തിരുന്നു. നല്ല സിനിമകൾ വിജയിക്കട്ടെ, അതിഗംഭീരമാകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ്സ് ചെയ്യാനോ ലൈക്ക് ഷെയർ ചെയ്യാനോ ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഇതൊക്കെ ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.